അത് പിന്നെ ഒരു 17 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രസന്റില് സാധന വാല്യുകളല്ല. കൂടിക്കഴിഞ്ഞാൽ അധികം ആൾക്കാർ അങ്ങോട്ട് പോവില്ല. അതാണ് ഇപ്പോൾ 1-2 ഐറ്റം മേടിക്കാൻ വേണ്ടി ജനം അങ്ങോട്ട് പോവില്ല. സബ്സിഡി ഐറ്റം ഉള്ളതുകൊണ്ടാണ് അവരുടെ മറ്റ് എല്ലാ ബിസിനസ്സും നടക്കുന്നത്. അപ്പോൾ സബ്സിഡി അത്യാവശ്യമാണ്. ഏത് ജനങ്ങൾക്ക് മാർക്കറ്റിന്റെ വില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ സബ്സിഡി നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്നത് തന്നെ. അത് കൊണ്ടുപോകുന്നതാണ് ജനങ്ങൾക്ക് താല്പര്യം. സാധാരണക്കാരനെ ബാധിക്കും. സാധാരണക്കാരന് വിലക്കുറച്ചല്ലേ കിട്ടേണ്ടത്. അത് സാധാരണക്കാർക്ക് ബാധിക്കും ഇപ്പോഴത്തെ ഈ പോക്ക്. മറ്റു കടകളിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കുമ്പോൾ വില കൂടുതലായിരിക്കുമല്ലോ. ഓൾറെഡി അന്നേരം വില കൂടുതലാ. കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടായി മാറും എല്ലാവർക്കും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ജീവിക്കും ഇങ്ങനെ വിലയാണ്? കുറെയൊക്കെ നമ്മളെ സാധാരണക്കാർക്കും കൂടെ ജീവിക്കത്തക്ക രീതിയിൽ നമ്മുടെ നാട് നന്നായാലേ നമുക്കും പറ്റത്തുള്ളൂ. അല്ല ഒന്നും പറ്റത്തില്ല. നമ്മളെ പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇങ്ങനെ വിലയായ എങ്ങനെ വിലയായ ജീവിക്കാൻ പറ്റും? പറ്റത്തില്ല. എങ്ങനെ ജീവിക്കുന്നത്? സാധാരണ കൂലി വേലക്കാരന് ഇത്ര പൈസയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവന്റെ വീട് പുലർത്താൻ പറ്റുമോ ഇതുകൊണ്ട്? അങ്ങനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ അതുപോലെ നമ്മളെ സഹായിക്കാനും കൂടെ ആൾക്കാർ തന്മനസ് കാണിക്കണം. ഇതിന് കൂടുതലാ. അപ്പൊ എങ്ങനെ ഇനി വാങ്ങിക്കാൻ പറ്റുന്നേ? എങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അറിയത്തില്ലേ? നമ്മുടെ വീട്ടിൽ ഇന്നവർക്ക് ജോലി, ഗവൺമെന്റ് ജോലിക്കാർക്കാണ് നല്ലതാ. സാധാരണ കൂലിവേലക്കാരൻ എങ്ങനെ ജീവിക്കും? അത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള? അവിടെ എങ്ങനെ ആവും ചോദിച്ചാൽ സാധാരണപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടിലേ വരത്തുള്ളൂ. കാശുള്ളവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കൊണ്ട് അവർക്ക് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഒരു പ്രയോജനമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ ജീവിക്കാനുണ്ട്. പാവങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉപകാരവും ഉണ്ട്. പക്ഷെ അവർക്ക് പൈസ ഇല്ല. പെൻഷനാണെങ്കിൽ കിട്ടിയിട്ട് എത്ര മാസമായി? 5-6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ആ പെൻഷൻ കിട്ടിയാൽ ആ പെൻഷന്റെ പൈസ കൊണ്ടായി മാർക്കറ്റിൽ കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവര്. അപ്പൊ അതിന് പോലും ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ പോയാൽ വലിയ ബുദ്ധിമുട്ടിലേ ജനങ്ങൾ ഇറങ്ങത്തുള്ളൂ. സപ്ലൈകോയിൽ എന്തുവാ സാധനങ്ങൾക്ക് വില കൂടിയാൽ അവിടെ എന്തോ ഇരിക്കുന്നത്? പയറില്ല, തൊമരയില്ല, കടലയില്ല, ഒരു കുന്തവും അവിടെ ഇല്ല. പിന്നെ എന്തോ അവിടെ ഉള്ളത്? ഒന്നുമില്ല. വില കൂടി കഴിഞ്ഞാൽ ജനങ്ങൾ പട്ടിണി കിടന്ന് ചാകും. അത്രയേ ഉള്ളൂ. സപ്ലൈകോയിൽ ഇപ്പം ഞങ്ങൾ മിനിഞ്ഞാന്നും പോയി അവിടെ ഒന്നുമില്ല. പിന്നെ ഉള്ളതൊക്കെ ആണെങ്കിൽ തന്നെ അത് ഭയങ്കര വിലയുമാ. പഴയ രീതി പോലൊന്നുമല്ല. പിള്ളേരെ വളർത്താൻ വലിയ പാടാ. അതുപോലെ തന്നെ തൊഴിലുറപ്പിന് കാശില്ല. തൊഴിലുറപ്പുകാരിയാണ് ഞാന്. അതിന് കാശില്ല. ഇപ്പൊ 3-4 മാസത്തെ പൈസ കിട്ടാനുണ്ട്. പെൻഷനുണ്ട് കിട്ടാന്. ഈ നമ്മളെപ്പോലുള്ളവര് ഭർത്താവൊന്നുമില്ല, മരിച്ചുപോയവരൊക്കെ എന്തു ചെയ്യും? വിധവകളൊക്കെ വയസ്സായവർ ഒരുപാട് ആൾക്കാരും നമ്മുടെ മുമ്പിൽ കൈ നീട്ടും. നമ്മളെങ്ങനെ കൊടുക്കും? നമുക്കും വേണ്ടേ? ഉണ്ടേലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സർക്കാർ ഇങ്ങനെ ആയാൽ എന്തോ ചെയ്യും? പട്ടിണി കിടന്ന് ചത്തുപോത്തേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ കാല് വയ്യാത്തവര്, കൈ വയ്യാത്തവര്, ഇതും കൊണ്ട് കഴിയുന്നവരാ എത്രയോ പേരുണ്ട്. സർക്കാർ എന്തുവാ കണ്ണു തുറക്കാത്തെ? ഞാനതാ ചോദിക്കുന്നത്. പണ്ടൊന്നും ഇത്രയും ക്ഷാമമില്ലായിരുന്നു. സാധനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയും വിലയില്ലായിരുന്നു. ഇത് വില ഒന്നിനൊന്നിന് കയറുക. നമ്മൾ കൂലിവേലക്കാരെന്തോ ചെയ്യും? അതിപ്പം ഞങ്ങളിപ്പോ അവരോട് പറയല്ലോ. ആരോട് പറയാനാ? സപ്ലൈകോയി വില കൂടുമ്പോ സാധനത്തിന് വില കൂടിയപ്പോ നമ്മൾ മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. എത്ര വിലയാന്നേലും മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ കഴിക്കണ്ടേ? അതുപോലെ തന്നെ അരിയാന്നേലും ഇല്ല. എത്ര നേരം നമ്മൾ മേടിക്കാതിരിക്കും? അത് ഏത് വിലയാന്നേലും നമ്മൾ മേടിച്ചേ പറ്റത്തുള്ളൂ, കഴിക്കത്തുള്ളൂ. പിന്നെ സർക്കാർ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മൾ സാധാരണക്കാരെല്ലാം പട്ടിണി കിടന്ന് ചാവും. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്കാരെ ജീവിച്ച് മുന്നോട്ട് പോകും. അവരെ ആശ്രയിച്ചാൽ നമ്മൾ ജീവിക്കുന്നത്. സർക്കാരെ നമ്മളെ ഈ പറഞ്ഞ പോലെ എന്റെ പൊന്നെ എന്തോ പറയാനാ, കഞ്ഞി വെക്കാതെ കിടന്ന് ചത്തുപോത്തേ ഉള്ളൂ. ഞങ്ങൾ ഈ പണിയെടുത്ത് ഒരു പൈസ പോലും കിട്ടുന്നില്ല. അങ്ങനെ പല പരിപാടികളൊന്നും അല്ല. അതിലിപ്പോ എന്തോ ചെയ്യാൻ? അങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ ഇതുവരെയും തൊഴിൽ അതിപ്പോ ഞങ്ങളേലും ഇങ്ങനെ നടക്കും.